ഇന്നത്തെ ലഞ്ചിനെ ഈ ചോറും കറിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് അതും ഒരു സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സവാള ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ ഈ ചെമ്മീനും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഉണ്ടാക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി പേസ്റ്റ്, പൊടികളും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് സെറ്റായി വന്നപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായേ. ഇനി അടുത്ത സ്റ്റെപ്പ് ദം ഇടാനുള്ള റൈസ് റെഡിയാക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സവാളയും വഴറ്റിയതിന് ശേഷം നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. അതുപോലെ ചൂടുവെള്ളവും ഉപ്പിട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് വേവിക്കുക കേട്ടോ. വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. മസാലയും റൈസ് ആയ സ്ഥിതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ദം പൊട്ടിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.